സ്കാട്ടാന ചവിട്ടിക്കൊന്ന ഇടുക്കി നേര്യമംഗലം സ്വദേശി ഇന്ദിരയുടെ മൃതദേഹവുമായി പ്രതിഷേധിച്ച എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും മാത്യു കുഴൽനാടൻ MLAയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പോലീസ്. കോതമംഗലത്തെ ഉപവാസ സമരവേദിയിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഒപ്പം തന്നെ പ്രതിഷേധ സമരം നടത്തിയ മറ്റ് 13 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരങ്ങൾ. ഇരുവരും ഇപ്പോൾ മാത്യു കുഴൽനാടൻ MLAയും ഒപ്പം തന്നെ മുഹമ്മദ് ഷിയാസും വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് എന്നാണ് കൊച്ചിയിൽ നിന്ന് റിനു ശ്രീധർ അല്പം മുൻപ് വരെ നമ്മോട് പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ തലസ്ഥാനത്തും സെക്രട്ടേറിയറ്റ് പരിസരത്തും വലിയൊരു സംഘർഷമാണ് ഈ കോൺഗ്രസ് നേതാക്കളുടെ അറസ്റ്റിനെ തുടർന്ന് ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഹരിമോഹൻ ചേരുന്നുണ്ട്. നിലവിൽ അവിടെ എന്ത് സംഭവിക്കുന്നു, എന്താണ് അവിടുത്തെ അവസ്ഥ എന്നൊക്കെ നമ്മോട് പറയാൻ വേണ്ടിയിട്ട്. ഹരി, ഇതിനോടകം തന്നെ വലിയൊരു പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന്, യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളുടെ ഭാഗത്തു നിന്ന് സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ എന്താണ് അവിടെ സ്ഥിതി എന്ന് പറയുന്നത്? ഒരു സംഘർഷ സാധ്യതയൊക്കെ ഇപ്പോഴും ഉണ്ടോ, അല്ലെങ്കിൽ പ്രവർത്തകരൊക്കെ പോയോ? വർഷ അസാധാരണഗതിയിലുള്ള സംഭവവികാസങ്ങളാണ് സംസ്ഥാനത്തുടനീളം നടക്കുന്നത്. എറണാകുളത്തുണ്ടായ സംഭവത്തിന്റെ തുടർച്ചയായി തിരുവനന്തപുരത്തും സമാന രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. മാത്യുക്കുഴൽനാടൻ MLAയുടെ അടക്കമാണ് എല്ലാം തന്നെ സംസ്ഥാനത്തുടനീളം നടത്തിയത്. അതിനിടെയാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രവർത്തകർ പ്രതിഷേധം തീർത്തത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനും മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും സെക്രട്ടേറിയറ്റിന് മുൻപിൽ പൂക്കോട് വെറ്റിനറി സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിരാഹാര സമരം ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രാത്രിയിൽ അതുകൊണ്ട് തന്നെ മാത്യു കുഴൽനാടന്റെ അറസ്റ്റ് നടക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു പ്രതിഷേധ രൂപത്തിലേക്ക്, ഉപരോധത്തിലേക്ക്, റോഡ് ഉപരോധിക്കുന്നതിലേക്ക് പ്രവർത്തകരൊക്കെ തന്നെ എത്തിച്ചേർന്നത്. ആ പ്രവർത്തകർ ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നതിനിടെയാണ് പോലീസ് വീണ്ടും ഇവിടെ ഇടപെടുകയും പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള നടപടികൾ ഉണ്ടാകുകയും ചെയ്തത്. അബിൻ, രാത്രിയിൽ അസാധാരണഗതിയിലുള്ള സംഭവവികാസങ്ങളാണ്. ഇവിടെ മാത്രമല്ല, എറണാകുളത്ത് മാത്യു കുഴൽനാടനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു MLA ആണ്. അതിനെ തുടർന്ന് ഇവിടെ പ്രതിഷേധം നടക്കുന്നു. ഇത്തരത്തിൽ സംസ്ഥാനത്ത് ഇതുവരെ അങ്ങനെ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതിഷേധ രൂപങ്ങൾ ഉണ്ടാകുന്നു. എന്താണ് ശരിക്കും സംഭവിച്ചത്? തീർച്ചയായിട്ടും അസാധാരണമായ സംഭവങ്ങളാണ് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഒരു ജനപ്രതിനിധി ഒരു സമരപ്പന്തലിൽ സമാധാനപരമായി സമരം ചെയ്യുമ്പോൾ ആ സമരപ്പന്തലിൽ പോലീസ് ഇരച്ചു കയറി അവിടെ അടിയുണ്ടാക്കി അവരെ ആക്രമിച്ച് ആ ജനപ്രതിനിധിയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഒരു DCCയുടെ പ്രസിഡന്റ്, അതും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എറണാകുളം DCCയുടെ പ്രസിഡന്റായ മുഹമ്മദ് ഷിയാസ് അവിടെ സമരം ചെയ്യാനിരിക്കുമ്പോൾ അയാളെ പുറത്ത് നിൽക്കുമ്പോൾ പോലീസ് കരുതി കൂട്ടി വളഞ്ഞു നിർത്തി ഇടിച്ചു കയറ്റുകയാണ്. ഇങ്ങനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ ഞങ്ങളിവിടെ സമാധാനപരമായി ഈ വിഷയത്തിൽ ഒരു പ്രകടനം നടത്തിയപ്പോൾ ഇവിടെ ഒരു ഫ്ലെക്സ്, അത് ആരോ വെച്ചൊരു ഫ്ലെക്സ്, ആ ഫ്ലെക്സ് എടുത്തപ്പോൾ ഇവിടുത്തെ പോലീസുകാർക്ക് നോവുകയാണ്. AC ആണ് വന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫ്ലെക്സ് എടുക്കരുത്, പിണറായി വിജയന്റെ തലയിൽ ചവിട്ടരുത്. ഇയാളുടെ ആരുടെ വകയിൽ വെച്ച ഫ്ലെക്സ് ആണ്? ഇയാൾക്ക് എന്ത് ഉത്തരവാദിത്തമാണ് ഫ്ലെക്സ് സംരക്ഷിക്കാനുള്ളത്? കേരളത്തിലെ ഗവൺമെന്റ് വെച്ച ഫ്ലെക്സ് പോലുമല്ല. കേരളത്തിലെ ഗവൺമെന്റ് വെക്കാത്ത ഫ്ലെക്സ് സംരക്ഷിക്കേണ്ട എന്ത് ഗതികേടാണ് ഈ കേരളത്തിലെ ACക്കുള്ളത്? ഈ ACയൊക്കെ ഇതിലും ഭേദം വല്ലോ പോലീസിന് ആ മുഖ്യമന്ത്രിയുടെ വീടിന്റെ അടുക്കളപ്പുറത്ത് പണിയെടുക്കുകയാണ്. ഇതുപോലെ വൃത്തികെട്ട കുറെ പോലീസുകാർ ഇവിടെ ഒരു പയ്യനെ, ഒരു ചെറുപ്പക്കാരനെ കെട്ടിത്തൂക്കി മുകളിൽ കയറ്റിയിട്ടും ഇവന്മാർക്കൊന്നും യാതൊരു മനസ്താപവും ഇല്ല. യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ പറ്റില്ല, ഗൂഢാലോചന കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ കമ്മ്യൂണിസം തലക്ക് കയറിയ കുറെ പോലീസുകാരും അതിനൊക്കെ ഒത്താശപ്പെടുന്ന ഒരു ഉപജാപക സംഘം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്നുണ്ട്. ആ ഓഫീസിൽ ഇരിക്കുന്നവന്മാരുടെ നിർദ്ദേശമാണ് ഇതൊക്കെ നടക്കുന്നത്. ഇതൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. നാളെ ഞങ്ങൾ ഈ പ്രതിഷേധം എങ്ങനെയാണെന്ന് കാണിക്കാം. അത് എറണാകുളത്തും കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഈ പ്രതിഷേധം എങ്ങനെ നടത്തണം എന്ന് ഞങ്ങൾ കാണിക്കാം. ഈ പോലീസ് തടയാൻ പറ്റുന്നവനൊക്കെ വരട്ടെ, അപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാൻ ബാക്കി.